അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു. അതെ ഗൈസ്, നമുക്കിന്ന് തമ്മിൽ കണ്ടതുപോലെ വളരെ ഈസി ആയിട്ട് ഒരു കണവത്തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എല്ലാവരും കൂടെ കൂടിക്കോ. ആദ്യമായിട്ടാണ് ഈ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. വീഡിയോ എല്ലാവരും അവസാനം വരെ കാണാൻ ശ്രമിക്കണേ. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടിക്കുക കേട്ടോ ഗൈസ്. ഇതുപോലെ ഒരുപാട് വീഡിയോസ്, ഈസി ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. എല്ലാ ആവശ്യമുള്ളവർ ചെന്ന് കാണണേ, സപ്പോർട്ട് ചെയ്യണേ. അതെ, നമ്മുടെ കണവ ഇവിടെ നന്നായിട്ട് വൃത്തിയാക്കി കഴുകി വെച്ചതാണ്. ഇതിനൊരു പാനിലേക്ക് ഇട്ട് ഇച്ചിരി ഉപ്പ് കൂടെ ഇട്ട് ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കരുത്, കണവയിൽ വെള്ളം ഉള്ളതാണ് കേട്ടോ. ഇതിനെ കൂന്തലെന്നൊക്കെ പറയും. നിങ്ങളുടെ അവിടെ എന്താ പേരെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. ഇവിടെ തിരുവനന്തപുരത്ത് കണവയാണ്. അപ്പോൾ അതേ കുറച്ച് തേങ്ങ കുറച്ച് കൂടുതൽ തന്നെ എടുത്തു കേട്ടോ. കുറച്ച് കൂടുതൽ വെളുത്തുള്ളിയും കുറച്ച് കൂടുതൽ ഇഞ്ചിയും 2-3 പച്ചമുളകും ഒക്കെ ഇട്ട് നമുക്ക് കുറച്ച് ജീരകം, പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയാണ്. കുറച്ച് ജീരകം ഇട്ടിട്ട് പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ഇച്ചിരി മുളക് പൊടിയാണ്, ഒരു ഇച്ചിരി ടേസ്റ്റിന്. പിന്നെ കുരുമുളക് കൂടുതലിടാം കേട്ടോ. കാരണം ഗ്യാസിൻ്റെയൊക്കെ പ്രശ്നമുള്ളവർക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകൊക്കെ കൂടുതലിട്ടാൽ നല്ലതാണ്. ചിലർക്കൊന്നും ഇത് വയറിന് പിടിക്കത്തില്ല, കുറച്ച് ഗ്യാസ് കൂടുതലുള്ള ഐറ്റം ആണല്ലോ ഇത്. അപ്പോൾ ഇങ്ങനെ കൂടുതൽ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഒരു കുഴപ്പം വരത്തില്ല. പിന്നെ ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്കതിനൊന്ന് ഒതുക്കിയെടുക്കാം. ഇതേ ഞാനിതങ്ങ് നമ്മുടെ മസാല ഒതുക്കി എടുത്തിട്ടുണ്ട്. അതേസമയം നമ്മുടെ കണവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളമൊന്നും കളയണ്ട കേട്ടോ. ആ വെള്ളത്തിൽ തന്നെ നമുക്ക് ഈ മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് അടച്ച് വെച്ച് നമുക്കൊന്ന് കുറച്ച് നേരം കൂടെ ഇതൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ഓണമൊക്കെ ഇങ്ങനെ എത്തി ഗൈസ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ, ആരൊക്കെയാണ് ഓണം കോടിയും മറ്റുമൊക്കെ എടുത്ത് അടിച്ച് പൊളിച്ച് പ്ലാനൊക്കെ ചെയ്തിരിക്കുന്നത്? നമുക്കങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കാമേ നമ്മുടെ ചാനലിൽ കൂടെ. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഭയങ്കര മഴയൊക്കെയാണ്, അതുകൊണ്ട് എല്ലാവരും സേഫായിട്ടിരിക്കാൻ നോക്കുക. പുറത്തൊക്കെ പോകുമ്പോൾ കാലാവസ്ഥയൊക്കെ നോക്കണം കേട്ടോ. നമ്മുടെ ഈ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത ഒരു പ്രയാസമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കണവ അടച്ചു വെച്ചു. കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ അത് നമ്മുടെ കണവത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് വറുക്കണം. അപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ ഗായ്സ്? ഞാൻ ഇങ്ങനെ കുറച്ച് അല്പം എടുത്ത് കഴിച്ച് നോക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് കണവ ഭയങ്കര ഇഷ്ടമാണ്, ഇക്കയ്ക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണവ രാത്രിത്തേക്ക് പുരട്ടി വെക്കാൻ വേണ്ടിയിട്ട് മേടിച്ച് വെച്ചത്. അപ്പോഴുണ്ട് അമ്മയൊക്കെ വന്നായിരുന്നേ. അപ്പോൾ അമ്മ നൊത്തോലി കറി വയ്ക്കാനായിരുന്നു ഞാനിരുന്നത്. അപ്പോൾ അമ്മ പറഞ്ഞു എനിക്ക് നൊത്തോലി വേണ്ട മോളെ എന്ന് പറഞ്ഞു. കാരണം ഇപ്പോൾ എപ്പോഴും നൊത്തോലിയാണല്ലോ. അങ്ങനെ ഞാനൊരു തോരനാക്കിയത്. ഇന്ന് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ വന്ന ദിവസമാണ്. അങ്ങനെ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിരുന്നു. അമ്മയൊക്കെ വരുമ്പോൾ വളരെ റിലീഫാണല്ലോ നമുക്ക്. അങ്ങനെ ദേ കടുക് വറക്കാൻ ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, കുറച്ച് കടുക് പൊട്ടിച്ചു, അതിലേക്ക് 5-6 നമ്മുടെ വറ്റൽമുളക് ഇട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് ഇത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. അങ്ങനെ ഇന്ന് അമ്മയൊക്കെ വന്നു, വളരെ ഹാപ്പിയാണ്. അമ്മ കുറേ സാധനങ്ങളൊക്കെ ആയിട്ടാണ് എനിക്ക് വന്നത്. അങ്ങനെ നമ്മൾ സന്തോഷകരമായിട്ട് ഫുഡൊക്കെ കഴിച്ചു. അത് ഞാൻ ഒരുപാട് ലോങ് ആയിട്ട് വീഡിയോ ഇടാറില്ല, കാരണം നമ്മൾ ബിഗിനേഴ്സ് ആണല്ലോ. അതുകൊണ്ട് ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അത് അടുത്ത വീഡിയോയിൽ കാണിക്കാവേ. ഇതങ്ങനെ നമ്മുടെ കടുകൊക്കെ വറുത്ത് അത് നമ്മൾ കണവ തോരൻ അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.